ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, പെരുന്നാളൊക്കെയാണ്. അപ്പോൾ പെരുന്നാളിന് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ. വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും ഇപ്പോഴാണ് ഒന്ന് ഒഴിവ് കിട്ടിയത്. അളിയനും അളിയൻ്റെ മക്കളും അതേപോലെ കുടുംബക്കാർക്കും ഒക്കെ പോയിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതാണ്. ഒന്ന് ചെറുതായിട്ട് ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്നാൾ കോസ്റ്റ്യൂം. കണ്ട ഒരു ചാക്ക് പോലുള്ള പാൻറ്റൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. ഇത് ഇന്ത്യയിലാറ് മുന്നേക്കാണ് പാൻറ്റ് പോണത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓളെ കുറേ കുത്തിത്തിരിപ്പുകളാണ്. ഇത് ഓൾക്ക് ഇപ്പോൾ എന്നും ഒരേ പാൻറ്റ് അത് ഇത് പറഞ്ഞാണ്ട് ഇപ്പോൾ ഇത് വാങ്ങി തന്നിട്ടുണ്ട്. എന്തായാലും ഇട്ട് നോക്കുന്നുണ്ട്. സംഭവം ലൂസാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആടിയൊക്കെ കളിക്കുന്നുണ്ട്. അല്ലേ, നല്ല ലൂസാണ്. കാറ്റൊക്കെ കിട്ടും. ഇത് ജസ്റ്റ് പിടിച്ചാണ്ട് ഇങ്ങനെ ആക്കിയ കാറ്റൊക്കെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പെരീത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞത്. അനിയൻ്റെയും അപ്പാൻ്റെയും ഒക്കെ ഔട്ട്ഫിറ്റ് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ നമ്മളെ വൈഫിൻ്റെ ഔട്ട്ഫിറ്റ് ഏതാണ്? ഇതാണ് വൈഫിൻ്റെ ഡീലർ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഗ്ലാമർ ആയിക്കണം. പാൻ്റെ വകയാണിത്. പാൻ്റെ വകയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. എൻ്റെ വക ഒരു ലേറ്റായിട്ടൊരു ചെറിയൊരു എന്താണ് സ്കേർട്ടും പാൻറ്റും ആണ്. അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊന്നും പുത്ത രീതിയിൽ എടുത്തു കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതാണ് ഉപ്പാൻ്റെ വകയാണ്. ഉപ്പാക്ക് ടാക്സ് ഒക്കെ പറഞ്ഞാൽ ഉപ്പാക്ക് കാണിച്ചെടുത്താണ്. ഉപ്പാക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ എന്തായിരിക്കും നോക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ പെരുന്നാളത്തെ രണ്ടാളി ഔട്ട്ഫിറ്റ്. കണ്ടാ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് കാണിച്ചു തരാം. ഒരു ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ നോക്കാം. പോട്ടെ. നേരെ സമയം എന്തായി? 4:30 കഴിഞ്ഞു. അപ്പോൾ 5 മണിയായല്ലേ? ഇതിൽ സമയം തെറ്റാണ്. ഇതിൽ 1 മണി ആയിട്ടുള്ളൂ. ഇപ്പോഴും 5 മണിക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരം വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫോട്ടോ എടുക്കാനും വേണ്ടി ഒരു വലിയ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാലേ. അനിയനാണ് ബാക്കിൽ, ഫോട്ടോഗ്രാഫറാണ് അനിയൻ. ഇതാണ് നമ്മുടെ സ്ഥലം. ഫോട്ടോഷൂട്ടർ ഷഹലിനോടൊപ്പം സമാസ്. ചിരിക്കടാ, വരട്ടെ. എനിക്ക് തൃപ്തിയായില്ലേ ഫോട്ടോ എടുത്തപ്പോൾ? ഞാൻ ഫോട്ടോ എടുക്കണില്ല. ഇവൾക്ക് ഫോട്ടോ എടുത്താലേ പറ്റൂ. ഫോട്ടോഗ്രാഫർ ഇതാ ബാക്കിൽ കുറേ ആളൊക്കെ വന്നിങ്ങനെ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെയൊക്കെ. അധികം കാണിക്കുന്നില്ല. അവിടെയൊക്കെ ഫാമിലീസ് ഉണ്ട്. ഇങ്ങടക്കാ ഇങ്ങനൊക്കെ വെക്ക്. അങ്ങനെയൊക്കെ വെക്ക്. പൂസ് ആയി. എന്താ ഔട്ടോ? നിങ്ങൾ ഓരോ ചെക്കന്മാർ ഓരോ പൈസ ഇട്ട് കളിക്കാൻ നിൽക്കണ്ടേ? നമുക്ക് പോയാലടി. ഭയങ്കര പോസിങ്ങിലാണ് കേട്ടോ ആള്. ഭയങ്കര പോസിങ്ങിലാണ്. ബെഞ്ചല്ലേ. ഫ്രീക്ക് ചെക്കൻ എത്തി ഫോട്ടോ എടുക്കാൻ. എടുത്തോടി. ഇന്ന് പോവോ? ഇന്ന് മിക്കവാറും പെരീക്ക് എത്തണമെങ്കിൽ ഒരു കഥയാവും. 5 മണിക്കാണ് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിട്ട്. 5:30 കഴിഞ്ഞ് 6. എന്തായാലും 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അങ്ങോട്ട്. മിക്കവാറും ഇന്ന് കഥയാവും. നമ്മളിങ്ങനെ ഒരു ചെറിയ കുലുക്കി കുടിക്കാൻ വന്നിട്ടുണ്ട്. കുലുക്കി ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്താണ് സംഭവം? എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നുണ്ട്. ഭയങ്കര കഴിച്ച. ഞാനിവിടുന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ നമ്മളെ പുത്തൂര് ബൈപ്പാസിലാണ്. ഒരു ബൂസ്റ്റ് കുലുക്കി കണ്ട് കഴിച്ചിട്ട് നമുക്കങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് എനർജി ആവട്ടെ അല്ലേ? എനർജി ആവട്ടെ. എടുക്കുന്നുണ്ട്. കുലുക്കുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. കുലുക്കുന്നുണ്ട്. കിട്ടി സന്തോഷം. വേഗം കുടിച്ചോ? നേരല്ല
നേരല്ല സ്ട്രോങ് അങ്ങനെ പിടിക്കുക. അവിടെ നിൽക്കുക. എങ്ങനെയുണ്ട് അഭിപ്രായം പറയും? സൂപ്പറാ നൈസ് വേഗം കുടിക്കുക, നമുക്ക് നേരം വൈകി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ പെരുന്നാളിൻ്റെ വീഡിയോ എടുത്തു, പിന്നെ ഫുള്ളാക്കാൻ പറ്റിയില്ല. ഒക്കെ കൂടി ഇനിയിപ്പോൾ ഒരൊറ്റ വീഡിയോ ആക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അമ്മായിമാൻ്റെ വക അതൊന്ന് എല്ലടയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലടയും കട്ടൻ ചായ എനിക്ക് ഈ കളറേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അധികം പൊടി കൂട്ടൂല. അപ്പോൾ സ്പെഷ്യലൊക്കെ കിട്ടിയിട്ടുണ്ട്. അഭിപ്രായം ചോദിക്കാനും വേണ്ടി ഇതാ ഉണ്ടാക്കാൻ നോക്കി നിന്ന ആള്. എന്താണ് നമ്മളെ പെണ്ണുങ്ങൾ വീട്. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കണ്ടാ ഇലട പറഞ്ഞ സാധനം? ഇലട കഴിക്കലുണ്ടോ നിങ്ങൾ? ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇന്നലെ ഓട്ടം അതും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളെ നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈഫൈ ഇല്ല. പിന്നെ പെണ്ണുങ്ങളോടാണെങ്കിൽ ജിയൻ്റെ ഒരു കട്ട ഒന്നിൻ്റെ മേലേക്ക് പിന്നെ ഉയരൂല. നമ്മളിവിടെ ഇരുന്ന് കണ്ട് ഇരക്കണം. എന്നാലാണെങ്കിൽ 1 KB അല്ലെങ്കിൽ 10 KB ഒക്കെ വരണമെങ്കിൽ 1 മിനിറ്റിൽ 1 2 പ്രാവശ്യം വരും. അതാണ് ഇവിടുത്തെ ജിയോൻ്റെ ഒരു പ്രത്യേകത. ജിയോ മൊത്തത്തിൽ ഒരു മൂഞ്ചിപ്പിച്ചലാണ്, പക്ഷേ ഇവിടെ പ്രത്യേകിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന്. ഇവിടെ പടത്തിനൊക്കെ പോകണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം. പടത്തിന് ഇവരൊക്കെയാണ് ബുക്ക് ചെയ്ത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതുണ്ട്. എന്തായാലും അളിയൻ്റെ വകി എന്താ ചെയ്യല. അപ്പോൾ നോക്കാം. കട്ടൻ ചായ ഭയങ്കര ചൂട്, ആകെ പൊള്ളിപ്പോയി. ഒരു തരി പോലെ ഇങ്ങനെ ആകുമ്പോൾ അവിടെ നിൽക്കുന്നത്.